നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് ശ്രീജയാണ് നമുക്കൊപ്പമുള്ളത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്ന് പറയുന്നത് ഇപ്പോൾ ജൂലൈ 28-നായിരുന്നു. അത് നമ്മൾ ബറൂച്ച് സാമുവൽ ബ്ലംബർഗ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ലെറ്റസ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നാണ്. അതായത് വളരെ ലളിതമായ രീതിയിൽ ഹെപ്പറ്റൈറ്റിസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് വഴി അതിൽ നിന്ന് നമ്മൾ രക്ഷ നേടാൻ എന്തൊക്കെ രീതിയിൽ പറ്റും എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുകയും അതിൻ്റെ ഓരോ രീതിയിൽ നമ്മൾ അതിൽ നിന്ന് രക്ഷ നേടുകയും സ്വയം രക്ഷ നേടാനുള്ള വഴികൾ കണ്ടുപിടിക്കുകയും ചെയ്യാൻ നമുക്ക് സ്വയം തന്നെ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ലെറ്റസ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്ന് പറയുന്നത്. ഘട്ടം ഘട്ടമായി ലളിതമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ സ്വയം അതിൻ്റെ നിലപാടുകൾ സ്വീകരിക്കുകയും നമ്മൾ അതിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യുന്നു. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഹെപ്പ എന്ന് വെച്ചാൽ ലിവർ, ഐറ്റിസ് എന്ന് പറഞ്ഞാൽ വീക്കം. അപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ വൈറസ് കൊണ്ടുവരുന്ന ഹെപ്പറ്റൈറ്റിസിനെയാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് വരുവാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണ്? വൈറൽ ഹെപ്പറ്റൈറ്റിസ് അതായത് ഹെപ്പറ്റോട്രോപിക് വൈറസസ് എന്ന് പറയും. അതായത് നമ്മൾ വൈറസിന് സ്വന്തമായി ഒരു അറിവുണ്ട്. അത് ശരീരത്തിനകത്ത് കടന്നു കഴിഞ്ഞാൽ അത് ലിവറിനെ അന്വേഷിച്ചിട്ട് പോവും. അത് വെള്ളത്തിൽ കൂടി പകരാം, രക്തത്തിൽ കൂടി പകരാം. എന്നാൽ തന്നെയും ഏത് രീതിയിൽ ശരീരത്തിനകത്ത് വന്നാലും ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ്, ഹെപ്പറ്റോട്രോപിക് വൈറസ് ലിവർ എവിടെയാണെന്ന് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ ലിവറിനകത്തിരുന്നാണ് അത് അതിൻ്റെ പെറ്റി പെരുകുകയും അതിൻ്റെ ഇഫക്റ്റ് ലിവറിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഇത് തടയുവാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്? ഏതെല്ലാം കാര്യങ്ങളിലൂടെ ഈ ഹെപ്പറ്റൈറ്റിസ് വരുന്നത് നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും? ഹെപ്പറ്റൈറ്റിസ് വൈറസസ് നമ്മൾ ബാക്ടീരിയ എന്ന് പറയും. ബാക്ടീരിയ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടി കാണാൻ കഴിയുന്നതാണ്. വൈറസ് അതിനേക്കാൾ വളരെ വളരെ ചെറുതായിട്ടുള്ള ഇതാണ്. അത് കാണാൻ കഴിയുന്നതല്ല. അത് തന്നെയും കണ്ടുപിടിച്ചിട്ട് ഓരോ വൈറസായിട്ട് അതിനെപ്പറ്റി നാമകരണം ചെയ്യുന്നതിന് ABCDE എന്നാണ് പ്രമുഖമായിട്ടുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ പേരുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ AE ഒരു തരം സ്വഭാവക്കാരാണ്, BCD വേറെ തരം സ്വഭാവക്കാരാണ്. നമ്മുടെ തന്നെ വീട്ടിൽ ഉള്ളവർ പല സ്വഭാവം ഉള്ളതുപോലെ തന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ലിവറിനകത്ത് ചെന്ന് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുമ്പോൾ A ഒരു സ്വഭാവമാണ്, B വേറെയാണ്, C വേറെയാണ്, അങ്ങനെയാണ്. അതിൽ AE വെള്ളത്തിൽ കൂടിയാണ് പകരുന്നത്, BCD രക്തത്തിൽ കൂടിയും, അങ്ങനെയാണ് അത് പകരുന്നത്. അപ്പോൾ AE കുറച്ചുകൂടി മൈൽഡർ ഡിസീസാണ്. BCD എന്ന് പറയുന്നത് കൂടുതൽ സിവിയറായിട്ട് വരുന്നതാണ് എന്ന് പൊതുവെ അങ്ങനെ പറയാമെങ്കിലും AE കേരളത്തിൽ ഒരു കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ തീരെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തന്നെ പറയാം. E അങ്ങനെ കാണാറേ ഉണ്ടായിരുന്നില്ല. BCD കൂടുതൽ സിവിയറാണ്. അത് രക്തത്തിൽ കൂടി വരുന്നു എന്ന് പറയുമ്പോൾ നീഡിൽ കൂടെയാണ് വരുന്നത്. പിന്നെ മദർ ടു MTCT എന്ന് പറയും, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരാം, മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ. പിന്നെ അൺസേഫ് സെക്സ്, ലൈംഗിക ബന്ധത്തിൽ കൂടി ഇൻഫെക്ഷനുള്ള ഒരാളിൻ്റെ അടുത്തുനിന്ന് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അത് പകരുന്നത്. അത് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം മൈൽഡായിട്ട് വന്ന് അങ്ങ് പോവും. ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ചാൽ 6 മാസത്തിലധികം ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ലിവറിനകത്ത് ഇരുന്ന് കഴിയുന്ന അവസ്ഥയിലാണ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് അങ്ങനെ ഇരിക്കുമ്പോൾ ക്രമേണ കരൾ ചുരുങ്ങാനും
കരളിൻ്റെ ബാക്കി കോംപ്ലിക്കേഷൻസ്, രക്തം ഛർദ്ദിക്കുക, വയറിൽ വെള്ളം കെട്ടുക, ലിവർ ക്യാൻസർ വരിക, അങ്ങനെയുള്ളതൊക്കെ വരാൻ സാധ്യതയുണ്ട്. BCD. അപ്പോൾ BCD എന്ന് പറയുമ്പോൾ ഡി എന്ന് പറയുന്ന വൈറസ് ബി ഉള്ളപ്പോൾ മാത്രമേ വരാറുള്ളൂ. ബിയുടെ കൂടെ മാത്രമേ ഡി ഇരിക്കാറുള്ളൂ. അതുകൊണ്ട് ടെസ്റ്റുകൾ ബിക്കും സിക്കുമാണ് ചെയ്യുന്നത്. ഡി വൈറസ് റിസർച്ച് അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിൻ്റെ ടെസ്റ്റിങ്. അതുപോലെ തന്നെ ഡോക്ടർ, ഈ ഒരു ഹെപ്പറ്റൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത് ഹെപ്പറ്റൈറ്റിസ് ആണോ അല്ലയോ എന്നുള്ളത്? ഹെപ്പറ്റൈറ്റിസ് വൈറസ് ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ ആയാലും ഇ ആയാലും വെള്ളത്തിൽ കൂടി വരുന്നു. അതായത് ഒരു ഇൻഫെക്ഷനുള്ള ഒരാളിൻ്റെ മലകണികകളിൽ നിന്ന്, മലത്തിൽ നിന്നാണ് രക്തത്തിൽ കടന്നുകൂടുകയും ജലത്തിൽ കടന്നു, അതായത് അയാൾ കൈ ശരിക്ക് കഴുകാതെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അയാളുടെ മലത്തിൻ്റെ അംശം വെള്ളത്തിൽ വരികയും ഭക്ഷണത്തിൽ കൂടി ഉള്ളിൽ വരികയും ചെയ്യുന്നു, എ അല്ലെങ്കിൽ ഇ. അപ്പോൾ ഇത് BCD രക്തത്തിൽ കൂടി വരുന്നു. അപ്പോൾ ഉള്ളിൽ വരുമ്പോൾ ഇത് ആദ്യം കുറച്ച് ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞ ഒരു സമയമുണ്ട്, 4 മുതൽ 6 ആഴ്ച വരെ. അത് അകത്തിരിക്കുന്നത് നമ്മൾ അറിയാൻ സാധ്യത കുറവാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച് തുടങ്ങുമ്പോൾ ആദ്യം പ്രോഡ്രോം എന്ന് പറയും. പ്രോഡ്രോം എന്ന് പറയുന്ന ഒരു 2-3 ദിവസം നീണ്ടു നിൽക്കുന്നത്, മൈൽഡായിരിക്കും, ചെറിയ ഒരു പനി, ഓക്കാനം, വിശപ്പില്ല. ലിവറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ് വിശപ്പ്. അപ്പോൾ വിശപ്പില്ല, പിന്നെ ജോയിൻറ്റ് പെയിൻ, ചെറിയ ഒരു ഓക്കാനം, ഛർദിൽ, ക്ഷീണം, അങ്ങനെയൊക്കെ ഒരു 3-4 ദിവസം. അപ്പോൾ നമ്മളൊരു ചെറിയ എന്തോ ഒരു പനിയാണ് എന്ന് വിചാരിച്ച് കിടക്കും. അപ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് മഞ്ഞ കാണും. രാവിലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ കണ്ണ് മഞ്ഞയായിട്ട് കാണുന്നു, ഇല്ലെങ്കിൽ മൂത്രത്തിൽ മഞ്ഞയായിട്ട് കാണുന്നു. അപ്പോൾ ആണ് മഞ്ഞപ്പിത്തം. അപ്പം ഈ ഹെപ്പറ്റൈറ്റിസ് കോംപ്ലിക്കേഷൻ ഇല്ലാതെ വരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ ആ കോംപ്ലിക്കേഷൻ ഇല്ലാതെ വരുമ്പോൾ ഈ പ്രോഡ്രോം കഴിഞ്ഞ് മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ, മഞ്ഞയുടെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സിംറ്റംസും മാറും. പിന്നെ മഞ്ഞപ്പിത്തം മാത്രമേ ഉണ്ടാവൂ. കുറച്ച് ദിവസം മഞ്ഞ ഒന്ന് കൂടിയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അതങ്ങ് കുറയും, മഞ്ഞപ്പിത്തം പോവുകയും ചെയ്യും. അപ്പോൾ അതിന് ഏറ്റവും അധികം ആവശ്യം ശരീരത്തിന് റെസ്റ്റാണ്. ആ സമയം എന്തെങ്കിലും ജോലി ചെയ്യോ ആയാസപ്പെട്ടുള്ള ശരീരത്തിന് റെസ്റ്റ് കിട്ടാതെ ഇരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ മഞ്ഞപ്പിത്തം കൂടുന്നത്. അപ്പോൾ ആ സമയം ശരീരത്തിന് ഏറ്റവും പ്രധാന റെസ്റ്റാണ്. അപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, പിന്നെ INR എന്ന് പറഞ്ഞ ബ്ലഡിൻ്റെ ഒരു ടെസ്റ്റ്, ക്ലോട്ടിങ് നോക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നോക്കിയിട്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് മോണിറ്റർ ചെയ്യുക. INR 1 ആണ് നോർമലായിട്ടുള്ള. അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ചികിത്സ തേടണം, അല്ലെങ്കിൽ റെസ്റ്റ് എടുത്താൽ മതി. നല്ല വെള്ളം കുടിച്ച് സിമ്പിളായിട്ടുള്ള ഫുഡ് കഴിച്ച് വെറുതെ റെസ്റ്റ് എടുത്താൽ മതി. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പോവും. അപ്പോൾ ഈ മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ സിംറ്റംസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. മഞ്ഞ കണ്ടിട്ടും പിന്നെ ഓക്കാനം ഛർദിലൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണിക്കുക. മിക്കവാറും INR കൂടുതലായിരിക്കും, ഉടനെ പോവുക. അത് കോംപ്ലിക്കേഷൻ വരാതെ പോയുള്ള ചികിത്സ നേരത്തെ ചെയ്യണം. ചുരുക്കം ചിലർക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് വരെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ നമ്മൾ വളരെയധികം പണ്ട് വളരെ മൈൽഡായിട്ട് വന്നു പോകുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്. ഇപ്പോൾ ചിലർക്കൊക്കെ ട്രാൻസ്പ്ലാന്റ് ആവശ്യം വരുന്നു, മരണം വരെ സംഭവിക്കുന്നു കേൾക്കുന്നു. അപ്പോൾ അതൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ഒരു നല്ല സമയത്തിന്, കറക്റ്റ് സമയത്തിന് നേരത്തെ വരണം. അതുമാത്രമല്ല പ്ലാസ്മ ബ്ലഡ് മാറ്റി വയ്ക്കുന്ന ഒരു ചികിത്സയും കൂടെ ഉണ്ട്. ചിലർക്കൊക്കെ അത് ചെയ്യുമ്പോൾ ഈ കൂടി നിൽക്കുന്ന അവസ്ഥ കഴിയുന്നത് വരെ ഇത് മാറ്റി വെച്ച് കഴിയുമ്പോൾ ചിലർക്ക് ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ രക്ഷപ്പെടാറുമുണ്ട്. ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഹെപ്പറ്റൈറ്റിസിന്റെ സങ്കീർണതകൾ എന്തെല്ലാമാണ്? ഇത് എപ്പോഴാണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് അപകടകരമായി മാറുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എ ഇ യൂഷ്വലി മൈൽഡ് ഹെപ്പറ്റൈറ്റിസ് ആയിട്ടാണ് വരുന്നത്. അത് കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ശരിയായിട്ട് തന്നെ അത് ശരിയാവും. അത് ഒരിക്കലും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് മോർ ദാൻ 6 മാസത്തിലധികം ശരീരത്തിൽ നിൽക്കുന്ന വൈറസ് അല്ല എയും ഇയും. 6 മാസത്തിലധികം നിൽക്കുന്ന വൈറസുകളാണ് BCD. അതാണ് കരൾ ചുരുങ്ങുകയും സിറോസിസ്, അതായത് മദ്യപാനം കൊണ്ട് വരുന്ന പോലത്തെ അവസ്ഥ വരികയും പിന്നെ ലിവർ ക്യാൻസർ വരെ വരാൻ സാധ്യതയുണ്ട്.
രക്തം ഛർദ്ദിക്കുക, വയറിൽ വെള്ളം കെട്ടുക, അങ്ങനത്തെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുക, എൻകഫലോപ്പതി എന്ന് പറയുക, കിഡ്നി അഫക്റ്റ് ചെയ്യുക, ഹെപ്പാറ്റോ റീനൽ സിൻഡ്രോം എന്ന് പറയുക. അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് കരൾ ചുരുങ്ങിയാൽ വരുന്ന കോംപ്ലിക്കേഷൻസാണ് ഇതൊക്കെ. ഹെപ്പറ്റൈറ്റിസ് എ ഇ വളരെ ചുരുക്കമായിട്ട് ലിവർ ഫെയിലിയർ, അക്യൂട്ട് ലിവർ ഫെയിലിയർ വന്ന ഉടനെ തന്നെ ഏറ്റവും കൂടുതൽ സിവിയർ ആകുന്ന അവസ്ഥയിൽ വളരെ ചുരുക്കം കേസസ് ആ രീതിയിൽ പോവുകയും ലിവർ ട്രാൻസ്പ്ലാന്റ് വരെ വേണ്ടി വരുന്ന അവസ്ഥയും വരാറുണ്ട്. ബി സി ഡിയും സിറോസിസ് വന്നു കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേഷൻസ് വരുന്ന സ്റ്റേജിന് മുമ്പ് തന്നെ ട്രാൻസ്പ്ലാന്റ് ലിസ്റ്റ് ചെയ്യുകയും ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയും ആണ് അതിൻ്റെ ഒരേ ഒരു മാർഗം. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ ഈ ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി, അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണ്? എ ഇ ജലത്തിൽ കൂടി വരുന്നു, ബി സി ഡി രക്തത്തിൽ കൂടി വരുന്നു. എ ഇ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ആയി മാത്രം വരുന്നു. ബി സി ഡി അക്യൂട്ടോ ക്രോണിക്കോ ആവാം. ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി സി ഡി മാത്രമാണ് വരുന്നത്. അതായത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ വൈറസ് അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതും. ബറൂച്ച് സാമുവൽ ബ്ലംബർഗ് എന്നുള്ള ശാസ്ത്രജ്ഞൻ 1963 അമേരിക്കയിൽ വെച്ച് ഒരു തരം മഞ്ഞപ്പിത്തമുള്ളവരുടെ ബ്ലഡ് അദ്ദേഹം വളരെയധികം നേരം പരിശോധിച്ചപ്പോൾ വൈറസ് അത്ര ചെറിയ ഒരു ഇതാണ്, ബാക്ടീരിയ പോലെ കാണുന്നതല്ല, പക്ഷേ അദ്ദേഹം അവരുടെ ബ്ലഡിൽ അത് കാണുകയും അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്തു. പിന്നെ 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് അതിന് വേറൊരു ഹെപ്പറ്റൈറ്റിസ് വൈറസാണിത്, അതുവരെ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബി എന്ന് പറഞ്ഞ് അതിന് നാമകരണം ചെയ്തു. കുറച്ച് 1969 ആയപ്പോൾ അദ്ദേഹം തന്നെ അതിന് വാക്സിനും കണ്ടുപിടിച്ചു. ശാസ്ത്രലോകം ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും സാധാരണ ഒരു ശാസ്ത്രജ്ഞന് ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ 30 വർഷം 40 വർഷം കഴിയുമ്പോഴാണ് നോബൽ സമ്മാനം കിട്ടുന്നത്. ഇദ്ദേഹത്തിന് 1976 തന്നെ നോബൽ സമ്മാനം കിട്ടുകയും ചെയ്തു. എന്നുവെച്ചാൽ ബിയുടെ ആ പ്രാധാന്യം ശാസ്ത്രലോകം അത്രയ്ക്ക് ഇമ്പോർട്ടൻസിലാണ് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ വാക്സിനും. അപ്പോൾ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന് വാക്സിനുണ്ട്. ബി സി ഡി എന്ന് പറയുന്നതിൽ സിക്കും ഡിക്കും ഒന്നും വാക്സിനില്ല. HIV വാക്സിൻ ഇല്ലാത്ത പോലെ ഹെപ്പറ്റൈറ്റിസ് സി ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ശരീരഘടന മാറ്റുന്ന ഒരു വൈറസാണ്. അപ്പോൾ അങ്ങനെയുള്ള വൈറസിന് വാക്സിൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്നൊരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നാളെ അത് പുതിയ രൂപത്തിൽ വരും. അപ്പോൾ ബിക്കാണ് വാക്സിൻ ഉള്ളത്. ഏറ്റവും ഇഫക്റ്റീവ് വാക്സിനാണ് അത്. 3 ഡോസ് എടുക്കുന്നത് വഴി ഈ കോംപ്ലിക്കേഷനിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാൻ പറ്റുന്നതാണ്. എൻഡമിക് എന്ന് പറയും ഒരു അസുഖത്തിന് നമ്മൾ സ്പൊറാഡിക്, എപ്പിഡമിക്, എൻഡമിക് അങ്ങനെ പറയും. സ്പൊറാഡിക് എന്ന് വെച്ചാൽ വല്ലപ്പോഴും എവിടെയെങ്കിലും അങ്ങനെ വരുന്ന ഒരു പ്രക്രിയയ്ക്കാണ് സ്പൊറാഡിക് എന്ന് പറയുന്നത്. എപ്പിഡമിക് എന്ന് വെച്ചാൽ ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്നത് ഒരു എപ്പിഡമിക് ആയിരുന്നു, ലോകം മുഴുവൻ വന്നതുകൊണ്ട് അതിനെ പാൻഡമിക് എന്ന് പറഞ്ഞു. എൻഡമിക് എന്ന് അത് വന്നു, ആ ഒരു ഘട്ടത്തിൽ കുറേ സമയം ഉണ്ടായിരുന്നു, അതങ്ങ് പോയി. പിന്നെ എൻഡമിക് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്നത് ഒരു അവസ്ഥയാണ് എൻഡമിക് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി എൻഡമിക് ആയിട്ടുള്ള ഒരു വൈറസാണ്. അത് തന്നെ ലോകത്തിൽ ഹൈപ്പർ എൻഡമിക്, മീസോ എൻഡമിക്, ഹൈപ്പോ എൻഡമിക് എന്ന് പറയും. അതായത് ഒരുപാട് സമൂഹത്തിൽ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ളത് 4 മുതൽ 8 പേര് അവർ തന്നെ അറിയുന്നുണ്ടാവില്ല, അറിയാതെ അകത്ത് കിടക്കുന്ന അവസ്ഥ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ അത് 4 മുതൽ 8 വരെയാണ്, 8% ഉള്ളത്. അപ്പോൾ ആ ആൾക്കാർ ചിലപ്പോൾ അവരിത് അറിയാതെ ഇരുന്നിട്ട് കുറേ നാൾ കഴിഞ്ഞ് എന്തെങ്കിലും വയറിന് സ്കാൻ ചെയ്യുമ്പോൾ കരൾ ചുരുങ്ങിയിരിക്കുന്നത് എന്താണെന്ന് നോക്കി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി, അയ്യോ ഞാൻ അറിഞ്ഞതേ ഇല്ല, കരൾ ചുരുങ്ങിപ്പോയി എന്ന് പറയുന്നു. അപ്പോൾ വാക്സിൻ എടുത്തെങ്കിൽ ഒരിക്കലും ആ അവസ്ഥ വരത്തില്ല. അങ്ങനെയാണ്. പിന്നെ ചിലർ രക്തം ഛർദ്ദിച്ച് ലിവർ ക്യാൻസർ വന്നിട്ട് നോക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ആയിരുന്നു. അപ്പോൾ എത്ര ചെറിയ ഒരു വാക്സിൻ കൊണ്ട് അത് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. 2011 മുതൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ രാജ്യത്ത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കിട്ടുന്നു. അതായത് ഡെലിവറി ട്രേയിൽ വെക്കുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റുണ്ട്, അതിലുള്ള ഒരു സാധനമാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. അപ്പോൾ പ്രസവ സമയത്ത് കുഞ്ഞിന് കൈ കിട്ടിയ ഉടനെ കൊടുക്കുന്ന വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി. അത്ര പ്രാധാന്യത്തോടെയാണ് കൊടുക്കുക. അപ്പോൾ 2011 ശേഷം ജനിച്ച ആ കുട്ടികൾക്ക് ഇനി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അസുഖത്തിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. തൈവാനിൽ ഇതുപോലെ വന്നിരുന്നു. തൈവാൻ വളരെയധികം എനർജറ്റിക് ആയിട്ടും വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുമുള്ള ആൾക്കാരുടെ ഒരു രാജ്യമാണ്. അവിടെ യങ് ആയിട്ടുള്ള ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. തലശ്ശേരിയിൽ നിന്നും ഷാജിയാണ്. ഷാജി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഹലോ
ഡോക്ടറാണോ? ഷാജി പറയൂ. മാഡം, എൻ്റെ പേര് ഷാജിയാണ്. ഞാൻ എനിക്കിപ്പോ ഒരു 6 മാസത്തിനടുത്തായി ഹെപ്പറ്റൈറ്റിസ് എ ക്രോണിക് ആണ് ഉള്ളത്. ഹെപ്പറ്റൈറ്റിസ് ബി അല്ല, ബി അല്ല, എ ആണ്. എ ക്രോണിക് ആണ്. ഹെപ്പറ്റൈറ്റിസ് എയുടെ ഏത് ടെസ്റ്റാണ് ഇത്? IgM HAV ആണോ? അത് എ ക്രോണിക് ആണ് ഡോക്ടർ പറഞ്ഞത്. ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ അപ്പുറത്താണ് ഉള്ളത്. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 6 മാസത്തിനകം അത് നെഗറ്റീവ് ആവും. ഹെപ്പറ്റൈറ്റിസ് എയുടെ സിംറ്റംസ് യൂഷ്വലി ഒരാഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ. ചുരുക്കം ചില ആൾക്കാർക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ട് അതായത് ലിവർ ഫങ്ഷൻ നോർമൽ ആവാനായിട്ട് ചിലർക്ക് 1 മാസം 2 മാസമൊക്കെ, വളരെ ചുരുക്കമായിട്ട് ചിലർക്ക് 3 മാസം 4 മാസം അങ്ങനെ എടുക്കാറുണ്ട്. എനിക്കിപ്പോ 6 മാസമായി ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർസോക്കോള് 150 ഇപ്പം 2 നേരം വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിവർ ഫങ്ഷൻ എത്രയുണ്ടെന്ന് അറിയാമോ? ലിവർ ഫങ്ഷൻ ബിൽറൂബിൻ ഇപ്പം നിലവിൽ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ മാസം 18-ാം തീയതി ചെയ്തതിൽ 4 SGOT SGPT SGOT-PT 200 ചില്ലറയുണ്ട്, മറ്റേത് 100 ചില്ലറയുണ്ട്. ചുരുക്കം ചില ആൾക്കാർക്ക് ഹെപ്പറ്റൈറ്റിസ് എ ലിവർ ഫങ്ഷൻ നോർമൽ ആവാനായിട്ട് മാസങ്ങളെടുക്കും. വളരെ ചുരുക്കം ചില റെസ്റ്റ് എടുത്താൽ മതി. അത് ഹെപ്പറ്റൈറ്റിസ് എ മാത്രമാണെന്നുണ്ടെങ്കിൽ അത് ശരിയാവും. അല്ലാതെ നിങ്ങൾക്ക് അണ്ടർലൈൻ വേറെ അടിസ്ഥാനപരമായ ലിവർ ഡിസീസ് വേറെ എന്തെങ്കിലും ഉണ്ട്, മദ്യം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിൽസൺ ഡിസീസ്, അല്ലെങ്കിൽ ലിവർ ഡിസീസ് വേറെ വൈറസ്, അതായത് ഹെപ്പറ്റൈറ്റിസ് BC എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്ന, ജിമ്മിൽ പോയി ഇതൊക്കെ ക്രിയാറ്റിൻ അങ്ങനത്തെ പൗഡറൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ അമിതവണ്ണം, മെറ്റബോളിക് സിൻഡ്രോം, വേറെ മരുന്നുകൾ കഴിക്കുന്ന വേറെ എന്തെങ്കിലും മരുന്നുകളൊക്കെ ഇതിനെടുത്തിരുന്നോ? ഇതുവരെ ഞാൻ മദ്യപാനം ഇല്ല, മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാറില്ല, പിന്നെ ജിമ്മിൽ പോകാറില്ല, ക്രിയാറ്റിൻ പൗഡർ ഒന്നും കഴിക്കാറില്ല, മറ്റ് മരുന്നുകളായിട്ടൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഇതിന്റെ മുന്നേ ആയിട്ട് ഒരു 2 ആഴ്ച മുന്നേ ഷുഗർ കുറച്ച് കാണിച്ചിരുന്നു. ഈ ഹെപ്പറ്റൈറ്റിസിന്റെ ഇത് കാണിക്കുന്നതിന്റെ 2 ആഴ്ച മുന്നേ ഷുഗർ കുറച്ച് 200 സംതിങ് കാണിച്ചിരുന്നു. ഇപ്പൊ ഷുഗർ നോക്കുമ്പോ 365 ഒക്കെ ഉണ്ട്. ഒരു ദിവസം നോക്കുമ്പോ 432 ഉണ്ടായിരുന്നു. അൾട്രാസൗണ്ട് ചെയ്തതിൽ ലിവർ എങ്ങനെയാണ്? അത് ലിവറുള്ള നോർമലാണ് പറഞ്ഞത്. ശരി, അപ്പൊ പിന്നെ പേടിക്കേണ്ട കാര്യം, ലിവർ നോർമൽ ആണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. ഈ ഹെപ്പറ്റൈറ്റിസ് എ വന്ന് വളരെ ചുരുക്കം ചില ആൾക്കാരുടെ ലിവർ ഫങ്ഷൻ നോർമൽ ആവാൻ കുറച്ച് മാസങ്ങളെടുക്കും. അപ്പം നല്ല രീതിയിൽ റെസ്റ്റ് എടുത്താൽ മതി. ലിവർ ഫങ്ഷൻ INR എന്ന് പറഞ്ഞ ടെസ്റ്റ് എത്രയുണ്ടെന്ന് അറിയാമോ? INR എനിക്ക് ഫസ്റ്റ് ടൈമില് 2.5 ഉണ്ട്. അപ്പൊ ലിവർ അക്യൂട്ട് ലിവർ ഇഞ്ചുറി ആണ്. പിന്നെ ഓർമ്മക്കുറവോ അങ്ങനെ എന്തെങ്കിലും അഡ്മിഷൻ എന്തെങ്കിലും ഉണ്ടായോ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നോ? ഡോക്ടർ, പ്രേക്ഷകന്റെ കോൾ കട്ടായി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഹലോ ഡോക്ടറിൽ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. പട്ടാമ്പയിൽ നിന്നും പ്രേമജയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പ്രേമജ പറയൂ. എനിക്ക് മഞ്ഞപ്പിത്തം ഇപ്പൊ 2 മാസം ആയി വന്നു പോയിട്ട്. അത് വെള്ളത്തിൽ കൂടെയുള്ള വൈറസാന്നാ പറഞ്ഞത്. ലിവർ ഫങ്ഷൻ ഒക്കെ നോർമൽ ആയില്ലേ? അതൊക്കെ നോർമൽ ആയിരുന്നു. അതല്ല, മഞ്ഞപ്പിത്തത്തിന്റെ ബുദ്ധിമുട്ട് കാരണം സോഡിയം കുറഞ്ഞു പോയി. എത്ര വയസ്സാണ്? 60. സോഡിയം ഒക്കെ പിന്നെ ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ശരിയായി. അതല്ല, സോഡിയം കുറഞ്ഞു പോയി. അത് സോഡിയം കയറ്റിയപ്പോ ബ്രെയിനിൽ വെള്ളമായി. അവിടെ കൂടെ കുഴഞ്ഞു വീണു വീട്ടിൽ വന്നപ്പോ. ഇതൊക്കെ 2 മാസം മുമ്പാണ്. ഇപ്പൊ വീട്ടിൽ വന്ന് ഒക്കെ റെസ്റ്റ് ഒക്കെ എടുത്തപ്പോ ഒക്കെ ശരിയായില്ലേ? ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണ്ടേ. മഞ്ഞപ്പിത്തം കുറഞ്ഞോ? മഞ്ഞപ്പിത്തം കംപ്ലീറ്റ് കുറഞ്ഞു. കുറഞ്ഞു. ഇത് കൂടാതെ BP, കൊളസ്ട്രോൾ എന്തിനെങ്കിലും മുമ്പ് മരുന്ന് കഴിച്ചിരുന്നോ? ഷുഗർ കേറാണ്. ഷുഗർ ഇനി ഷുഗർ കൺട്രോൾ ആക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ശരി, ഓക്കെ. അത്രേ ഉള്ളൂ. മഞ്ഞപ്പിത്തത്തിന്റെ പ്രശ്നം മാറി. ശരി.
അപ്പോൾ നമുക്ക് ഇതാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 2011 മുതൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ പ്രോഗ്രാമുണ്ട്. 2018 ഇതേ ദിവസമാണ് തുടങ്ങിയത്, ജൂലൈ 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേക്കാണ് നമ്മൾ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ മെഡിസിൻസ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആയ, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ അസുഖം വന്നു കഴിഞ്ഞാൽ 100 പേർക്ക് വന്നാൽ 95 പേർക്കും അത് ക്ലിയർ ആവും. പക്ഷേ 5% ആൾക്കാർക്ക് അത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആവും. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ക്ലിയർ, ഇപ്പോൾ ഈ പ്രേമജ പറഞ്ഞു അവരുടെ വെള്ളത്തിൽ കൂടെ വന്നതുകൊണ്ട് പേടിക്കേണ്ട. പക്ഷേ ബി ആണ് വന്നതെങ്കിൽ ക്ലിയർ ആയി കഴിഞ്ഞാലും 6 മാസം കഴിയുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. HBsAg പോസിറ്റീവ് ആണെങ്കിൽ അവരെ ബാക്കി ഫോളോ അപ്പ് ചെയ്യുകയും പിന്നെ അതിൻ്റെ മെഡിസിൻസ് ഗവൺമെൻറ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. സ്ഥിരം ലൈഫ് ലോങ് കഴിക്കേണ്ട മെഡിസിനാണ് അത്. എല്ലാ മാസവും 1500 രൂപയുടെ മെഡിസിനുണ്ട്. വേറെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സിക്കുള്ളത്, സി ഇതുപോലെ ബ്ലഡിൽ കൂടെ വരുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഈ IV ഇഞ്ചക്ഷൻ എടുക്കുന്നവരുണ്ട്. അല്ലാതെ വരുന്നവരും ഹെപ്പറ്റൈറ്റിസ് സി വേറെ ബ്ലഡ് എപ്പോഴെങ്കിലും സർജറിക്കോ എന്തിനെങ്കിലും ബ്ലഡ് കിട്ടിയവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ബ്ലഡിൽ കൂടെ വരുന്ന, അപ്പോൾ ആ സിക്കും മരുന്ന് ഒന്നിൽ 3 മാസം അല്ലെങ്കിൽ 6 മാസം, അത് അവരുടെ അവസ്ഥയ്ക്കനുസരിച്ച്. അത് ഒരു മാസത്തെ മരുന്നിന് തന്നെ 10-15,000 രൂപ വരെ ഉള്ള മരുന്നാണ് കൊടുക്കുന്നത്. പിന്നെ ടെസ്റ്റ് എല്ലാം ഫ്രീ. അപ്പോൾ ഇത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് നമ്മൾ വാക്സിൻ എടുക്കുക. 2011 മുമ്പ് ജനിച്ചവർ എത്രയും പെട്ടെന്ന് HBsAg ചെക്ക് ചെയ്ത് വാക്സിൻ എടുത്താൽ നമുക്ക് വലിയ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഹെപ്പറ്റൈറ്റിസ് സി നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് വേറൊരാളുടെ ഉപകരണത്തിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയിരിക്കാം. അത് തന്നെ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഉപകരണങ്ങളും ഓട്ടോക്ലേവ് എന്നൊരു പ്രക്രിയ വഴി സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ക്ലിനിക്കുകളാണെങ്കിൽ ഓട്ടോക്ലേവിന് പകരമായിട്ടുള്ള രീതിയിൽ അവിടെ ചെറിയ ഓട്ടോക്ലേവ് മെഷീൻസ് ഉള്ളവരുമുണ്ട്. ഇല്ലെങ്കിൽ അവർ പ്രഷർ കുക്കറിൽ വെച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആക്കുക. പക്ഷേ നമ്മളൊരു ഡെൻ്റൽ ചെക്കപ്പിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ചെവിയിലെയോ എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ ഉപകരണം ഉപയോഗിക്കുക നമ്മൾ ചോദിക്കണം, ഇത് നിങ്ങൾ സ്റ്റെറിലൈസ് ചെയ്തതാണോ എന്ന് ചോദിച്ചിട്ടേ നിങ്ങൾ തൊടാൻ സമ്മതിക്കാവൂ. ചില ക്ലിനിക്കുകളൊക്കെ പറയാറുണ്ട്, ഇന്ന് നിങ്ങൾ ഉച്ചയായി വന്നപ്പോൾ നമ്മൾ രാവിലെ, അത് ഞാൻ പോയിട്ട് നാളെ വരാം, രാവിലെ വരാം എന്ന് പറഞ്ഞിട്ട് പോവുക. അതൊരു കാര്യം. പിന്നെ ശരി ഡോക്ടർ, സമയത്തിന്റെ പരിമിതി മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജയാണ് ചേർന്നത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇതോടെ ഹലോ ഡോക്ടറുടെ ഇന്നത്തെ സമയം പൂർണ്ണമാകുന്നു.